അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വൻപയർ തോരൻ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മക്കളും ഗ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വൻപയർ കൊണ്ട് നമുക്ക് തോരൻ വെക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്കിത് വൻപയർ കഴുകിയെടുക്കാം. കല്ല് കാണും ഇതിനകത്ത്. അപ്പം കല്ലൊക്കെ നോക്കി നമുക്ക് ക്ലിയറായിട്ട് എടുക്കാം. നമ്മൾ കല്ലെല്ലാം നോക്കി ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ചെറുജീരകം, മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ വീഡിയോ കണ്ട ഇഷ്ടപ്പെടുവാണെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പം നമുക്കിന്ന് തേങ്ങ ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കും കൂടെ എടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് താളിക്കാം. ആദ്യം നമുക്ക് എണ്ണ ഊറ്റി കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയാപ്പില മൂത്ത് വന്നപ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൻ്റെ ഒരു പച്ചപ്പ് പോകണം. നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പച്ചച്ചവ എല്ലാം അങ്ങ് മാറി. അപ്പം നമുക്ക് വേവിച്ച് വെച്ച വൻപയറിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് പയർ തോരൻ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് വയ്ക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.